നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെതിരെ ഒരു നൈറ്റും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. കളിക്കുന്ന സമയത്ത് നൈറ്റും ബിഷപ്പും ബാലൻസ് വന്നതിന് ശേഷം ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിലെ സ്ക്വയറുകൾ നിയന്ത്രിക്കുവാൻ കഴിയാത്തതാണ്. ഇതിനുള്ള പ്രധാന കാരണം അലക്ഷ്യമായി ചെക്ക് വയ്ക്കുകയോ മറ്റു നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്നതാണ്. നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിമിൽ ചെക്ക് വെച്ച് സ്ക്വയറുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നതിന് പകരം കിങ്ങിൻ്റെ മുൻപിലോട്ടുള്ള നീക്കങ്ങൾ ബിഷപ്പും നൈറ്റും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിമിലെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും മാർക്ക് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിമിൽ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർണർ സ്ക്വയറുകളിൽ മാത്രമാണ് ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ചെസ് ബോർഡിൽ ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണ് ഉള്ളത് എങ്കിൽ A1, H8 എന്നീ ഡാർക്ക് കോർണർ സ്ക്വയറുകളിലും ലൈറ്റ് സ്ക്വയർ ബിഷപ്പാണ് ഉള്ളത് എങ്കിൽ H1, A8 എന്നീ ലൈറ്റ് കോർണർ സ്ക്വയറുകളിൽ മാത്രമാണ് ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. നൈറ്റ് F3, ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള D4, E5 എന്നീ സ്ക്വയറുകൾ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. കിങ് E4, Ke4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. കിങ് E2, വൈറ്റിൻ്റെ നൈറ്റിന് കിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സംരക്ഷണം നൽകുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് Kf5 അല്ലെങ്കിൽ Kd5 എന്നീ നീക്കങ്ങളാണ് നടത്തുവാൻ സാധിക്കുക. Kf5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് D5, ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുകയില്ല എന്നതുകൊണ്ടാണ് ബ്ലാക്കിൻ്റെ കിങ് പരമാവധി നീക്കങ്ങൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് മാത്രം നടത്തുന്നത്. കിങ് D3, കിങ് D3 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്ത സ്ക്വയറുകളിലേക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിന് നീക്കം നടത്തുവാൻ സാധിക്കുകയില്ല. കിങ് C5, ബിഷപ്പ് E3 ചെക്ക്, ബിഷപ്പ് E3 എന്ന നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള C5 എന്ന സ്ക്വയർ കൂടി വൈറ്റിന് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. കിങ് D5, ഇപ്പോൾ ചെസ് ബോർഡിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള 5 സ്ക്വയറുകൾ പൂർണ്ണമായും വൈറ്റിന് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. ബിഷപ്പ് D4, ബിഷപ്പ് D4 എന്ന നീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം BD4 എന്ന നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ക്വയറുകളും വൈറ്റിൻ്റെ ബിഷപ്പിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെതിരെ ബി ഷേപ്പിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ആ നീക്കം നിർബന്ധമായും നടത്തണം. അപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് തൊട്ടടുത്തുള്ള 2 സ്ക്വയറിലേക്ക് നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കാതെ വരികയും കിങ് ഇരിക്കുന്ന റാങ്കിൽ നിന്നും പുറകിലോട്ട് നീക്കം നടത്തുവാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്നു. കിങ് C6, കിങ് C4, Kc4 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് D5, B5 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു. നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിമിൽ കിങ്ങിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കുന്ന എല്ലാ സമയങ്ങളിലും കൃത്യമായി അത് ഉപയോഗപ്പെടുത്തണം. കിങ് D6, ബ്ലാക്കിൻ്റെ KD6 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം KE6, KF5 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ വൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലോക്കിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. നൈറ്റ് G5 എന്ന നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ക്വയറുകളും നൈറ്റിൻ്റെയും ബിഷപ്പിൻ്റെയും കിങ്ങിൻ്റെയും നിയന്ത്രണത്തിലാകുന്നു. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരു കാരണവശാലും കിങ് സൈഡിലൂടെ
രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. കിങ് C6, വൈറ്റിൻ്റെ കിങ് മുൻപിലോട്ട് നീക്കം നടത്തുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് KC6 എന്ന നീക്കം നടത്തുന്നു. ബിഷപ്പ് C5, BC5 എന്ന നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് B7, കിങ് B7 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം A8 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുമ്പോൾ ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ആയതുകൊണ്ട് A8 എന്ന സ്ക്വയറിൽ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കില്ല എന്നുള്ളത് ബ്ലാക്കിന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ്. കിങ് B5, വൈറ്റ് KB5 എന്ന നീക്കം നടത്തുമ്പോൾ A6, B6, C6 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം കൂടി ഏറ്റെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഇപ്പോൾ ചെസ് ബോർഡിൽ ഒരു കോർണർ സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെ എത്തിക്കുന്നതിന് വൈറ്റിന് സാധിക്കുന്നു. കിങ് A8, ബ്ലാക്കിൻ്റെ KA8 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം ചെക്ക് മേറ്റ് ഇല്ലാത്ത ഒരു കോർണർ സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെ എത്തിക്കുന്നു. കിങ് C6, വൈറ്റ് KC6 എന്ന നീക്കം നടത്തുമ്പോൾ വളരെ മനോഹരമായിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ഒരു എഡ്ജ് സ്ക്വയറിൽ ലോക്ക് ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തു നിന്നും ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ആയതുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കോർണർ സ്ക്വയറിലേക്ക് എത്തിക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബ്ലാക്കിൻ്റെ കിങ്ങിനെ A8 എന്ന സ്ക്വയറിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: 7th റാങ്കിൻ്റെ നിയന്ത്രണം ഒരു കാരണവശാലും വൈറ്റ് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. അതുപോലെ 8th റാങ്കിലെ എല്ലാ ലൈറ്റ് സ്ക്വയറുകളും നൈറ്റ് ഉപയോഗിച്ചും എല്ലാ ഡാർക്ക് സ്ക്വയറുകളും ബിഷപ്പ് ഉപയോഗിച്ചുമാണ് നിയന്ത്രിക്കേണ്ടത്. ഈ ഒരു പൊസിഷനിലെത്തിക്കുവാൻ വൈറ്റിന് സാധിച്ചാൽ ഇനി വൈറ്റ് ചെയ്യേണ്ടത് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് A8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കിങ് B8, നൈറ്റ് E6, നൈറ്റ് E6 എന്ന നീക്കം നടത്തുമ്പോൾ കുറച്ചുകൂടി ചെറിയ ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ലോക്ക് ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് A8, ബ്ലാക്കിൻ്റെ കിങ്ങിന് A8, B8, C8 എന്നീ സ്ക്വയറുകളിലൂടെ മാത്രമാണ് ഈ ഒരു പൊസിഷനിൽ നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. നൈറ്റ് C7 ചെക്ക്, നൈറ്റ് G7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്ത സ്ക്വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ലോക്ക് ചെയ്തു വയ്ക്കുകയും A8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റിന് ഏറ്റെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് B8, ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് B8, C8, D8 എന്നീ സ്ക്വയറുകളിലൂടെ മാത്രമാണ് നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുന്നത്. വൈറ്റ് അടുത്തതായി നിയന്ത്രിക്കേണ്ട സ്ക്വയർ എന്ന് പറയുന്നത് B8 എന്ന സ്ക്വയറാണ്. ആ ഒരു സ്ക്വയർ നിയന്ത്രിക്കേണ്ടത് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് B8 എന്ന സ്ക്വയറിലുള്ളത് കൊണ്ട് BA7 എന്ന നീക്കം നടത്തുവാൻ വൈറ്റിന് സാധിക്കില്ല. നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിമിൽ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ടെക്നിക്കാണ് വെയിറ്റിംഗ് മൂവ്. ഈ ഒരു പൊസിഷനിൽ BA7 എന്ന നീക്കം നടത്തുവാൻ സാധിക്കില്ല എന്നതുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെയിറ്റിംഗ് മൂവ് നടത്തുകയും ആ സമയത്ത് ബ്ലാക്കിൻ്റെ കിങ് KC8 എന്ന നീക്കം നടത്തുവാൻ നിർബന്ധിതമാകുന്നു. അപ്പോൾ BA7 എന്ന നീക്കം നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഒരു വെയിറ്റിംഗ് മൂവ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് നിലവിൽ നമ്മളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ക്വയർ പോലും നഷ്ടപ്പെടാതെ ആയിരിക്കണം വെയിറ്റിംഗ് മൂവ് നടത്തേണ്ടത്. അതായത് വെയിറ്റിംഗ് മൂവ് നടത്തുമ്പോൾ വൈറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് A7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം
വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് മൂവ് നടത്തേണ്ടത്. G1 മുതൽ B6 വരെ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ച് നീക്കം നടത്തുവാൻ പാടുള്ളൂ. ബിഷപ്പ് G1. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് നിർബന്ധമായും KC8 എന്ന നീക്കം നടത്തണം. കിങ് C8, ബിഷപ്പ് A7, BA7 എന്ന നീക്കം നടത്തുമ്പോൾ B8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റിന് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു. കിങ് D8, KD8 എന്ന നീക്കം നടത്തുമ്പോൾ E7 എന്ന സ്ക്വയറിലൂടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് W സ്ക്വയർ തിയറി. W സ്ക്വയർ തിയറി എന്ന് പറയുന്നത് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള W എന്ന അക്ഷരത്തിൻ്റെ രീതിയിൽ 4 നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഈ നീക്കങ്ങൾ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി അല്ല നടത്തേണ്ടത്, അവസരോചിതമായി മാത്രമാണ് നീക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇനി നീക്കം നടത്തേണ്ടത് W എന്ന രീതിയിൽ മാത്രമായിരിക്കണം. പിന്നീട് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് G7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിനെ കിങ് സൈഡിലുള്ള കോർണർ സ്ക്വയറിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു. നൈറ്റ് D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് അടുത്തതായി നീക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന E7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് C8 അല്ലെങ്കിൽ E8 എന്നീ സ്ക്വയറുകളിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. K8 എന്ന നീക്കം നടത്തിക്കൊണ്ടുള്ള വേരിയേഷൻ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. കിങ് C8, നൈറ്റ് E7 ചെക്ക്. നൈറ്റ് E7 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുമ്പോൾ W എന്ന അക്ഷരത്തിൻ്റെ പകുതിയിലേക്ക് നൈറ്റിനെ എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. കിങ് D8, KD8 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ ആക്രമിക്കുന്നു. കിങ് D6, KD6 എന്ന നീക്കം നടത്തുമ്പോൾ കിങ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നു. കിങ് E8, ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത് KF7 എന്ന സ്ക്വയറിലൂടെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. കിങ് E6, നൈറ്റ് ബിഷപ്പ് എൻഡ് ഗെയിം കളിക്കുന്ന സമയത്ത് ഓപ്പോണൻറ്റിൻ്റെ കിങ്ങിനെതിരെ ഡയറക്റ്റ് ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിർബന്ധമായും ആ നീക്കങ്ങൾ നടത്തണം. കാരണം ഒരു ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തൊട്ടു മുൻപിലുള്ള 3 സ്ക്വയറുകളുടെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റിന് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു. കിങ് D8, KD8 എന്ന നീക്കം നടത്തിക്കൊണ്ട് C7 എന്ന സ്ക്വയറിലൂടെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. ബിഷപ്പ് B6 ചെക്ക്. കിങ് E8, നൈറ്റ് F5. വൈറ്റിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് G7 എന്ന ഒരു നീക്കം കൂടി നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ W സ്ക്വയർ തിയറി പൂർത്തിയാക്കുന്നതിന് വൈറ്റിന് സാധിക്കും. കിങ് F8, KF8 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റ് G7 എന്ന നീക്കം നടത്തുവാൻ വൈറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വളരെയധികം സൂക്ഷിക്കണം. കാരണം നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുകയാണെങ്കിൽ G7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. കിങ് ഉപയോഗിച്ചുകൊണ്ട് KF6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ D7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നൈറ്റും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഇനിയൊരു നീക്കം നടത്തുവാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് നീക്കം നടത്തുവാൻ സാധിക്കുന്നത് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. എന്നാൽ വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് അലക്ഷ്യമായ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ D8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും D8 എന്ന സ്ക്വയറിലൂടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് രക്ഷപ്പെടുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് D8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാത്ത രീതിയിൽ A5 അല്ലെങ്കിൽ C7 എന്നീ സ്ക്വയറുകളിലേക്ക് ഒരു വെയിറ്റിംഗ് മൂവ് നടത്തേണ്ടതാണ്. ബിഷപ്പ് A5, കിങ് E8, നൈറ്റ് G7 ചെക്ക്. ബ്ലാക്ക് K8 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ നൈറ്റിന് നൈറ്റ് G7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ സാധിക്കുകയും ചെസ് ബോർഡിൽ W സ്ക്വയർ തിയറി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ബ്ലാക്കിൻ്റെ കിങ്ങിനെ കിങ് സൈഡിലുള്ള കോർണർ സ്ക്വയറിൽ
ലോക്ക് ചെയ്യുന്നതിന് വൈറ്റിന് സാധിക്കുന്നു. കിങ് F8, KF8 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ ആക്രമിക്കുന്നു. കിങ് F6, വൈറ്റ് KF6 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിനെതിരെ ഒരു ഡയറക്റ്റ് ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും വൈറ്റിൻ്റെ നൈറ്റിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് G8, കിങ് G6, ബ്ലാക്കിൻ്റെ KG8 എന്ന നീക്കം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു നീക്കമാണ്. കാരണം KG8 എന്ന നീക്കം നടത്തുമ്പോൾ KG6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് H7 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. കിങ് F8, KF8 എന്ന നീക്കം നടത്തുമ്പോൾ E7 എന്ന സ്ക്വയറിലൂടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ബിഷപ്പ് B4 ചെക്ക്, BB4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഇനി ഒരു കാരണവശാലും ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കട്ടിംഗ് സ്ക്വയറിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. കിങ് G8, നൈറ്റ് F5, വൈറ്റിൻ്റെ NF5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് G8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം കൂടി നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കിങ് H8, എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വളരെയധികം സൂക്ഷിക്കണം. കാരണം NH6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ടോ കിങ് ഉപയോഗിച്ചുകൊണ്ടോ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ 7th റാങ്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. അതുകൊണ്ട് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തണം എന്നുള്ള കാര്യം തീരുമാനമാകുന്നു. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുമ്പോൾ F8ൻ്റെ നിയന്ത്രണം ഒരു കാരണവശാലും ബിഷപ്പ് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. കാരണം F8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബിഷപ്പിന് നഷ്ടപ്പെടുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് F8 എന്ന സ്ക്വയറിലൂടെ രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. BA3, കിങ് H8, ബ്ലാക്ക് KH8 എന്ന നീക്കം നടത്തുമ്പോൾ ഇനി ഒരു കാരണവശാലും വൈറ്റിൻ്റെ കിങ്ങോ നൈറ്റോ ഉപയോഗിച്ച് നീക്കം നടത്തിക്കൊണ്ട് സ്ക്വയറുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. അതിനു പകരം ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെയിറ്റിംഗ് മൂവ് നടത്തുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ പൊസിഷനിൽ നൈറ്റ് H6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു സ്റ്റെയിൽമേറ്റിലൂടെ ഡ്രോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ബിഷപ്പ് ഉപയോഗിച്ചാണ് നീക്കം നടത്തേണ്ടത്. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ പാടുള്ളൂ. കാരണം മറ്റേതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുകയാണെങ്കിൽ F8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും F8ലൂടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് A3, കിങ് G8, ഈ ഒരു പൊസിഷനിൽ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് G8 എന്ന സ്ക്വയർ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിഷപ്പിൻ്റെ ഡയഗണൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നൈറ്റ് E7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ പാടില്ല. കാരണം NE7 എന്ന നീക്കം നടത്തുമ്പോൾ F8 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബിഷപ്പിൽ നിന്ന് നഷ്ടപ്പെടുകയും ബ്ലാക്കിൻ്റെ കിങ്ങിന് F8ലൂടെ രക്ഷപ്പെടുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നൈറ്റ് H6 ചെക്ക്, കിങ് H8, വൈറ്റിൻ്റെ അടുത്ത നീക്കത്തോടു കൂടി ഈ ഒരു പൊസിഷനിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് B2 ചെക്ക് മേറ്റ്. വൈറ്റ് 15ാമത്തെ നീക്കത്തിൽ നൈറ്റ് D5 എന്ന നീക്കം നടത്തുമ്പോൾ കിങ് C8 എന്ന നീക്കം നടത്തുന്നതിന് പകരം കിങ് E8 എന്ന നീക്കം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഈ ഒരു പൊസിഷനിലും നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് W സ്ക്വയർ തിയറി എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബ്ലാക്കിൻ്റെ കിങ്ങിനെ H8 എന്ന സ്ക്വയറിലേക്ക് എത്തിക്കേണ്ടത്. കിങ് E8, ഈ പൊസിഷനിൽ KC8 എന്ന നീക്കം നടത്തുമ്പോൾ ക്യൂൺ സൈഡിലൂടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് രക്ഷപ്പെടുവാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്കൊരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ
സാധിക്കുന്നുണ്ട്. എന്നാൽ K8 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിൽ വൈറ്റിൻ്റെ നൈറ്റോ ബിഷപ്പോ കിങ്ങോ ഇല്ല എന്നുള്ളത് കൊണ്ട് കിങ് സൈഡിലൂടെ രക്ഷപ്പെടുവാൻ സാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിനെ കിങ് സൈഡിൽ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് D6. ബ്ലാക്ക് K8 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ അടുത്ത നീക്കം നിർബന്ധമായും KD6 എന്നായിരിക്കണം. വൈറ്റ് അടുത്തതായി നടത്തേണ്ട നീക്കം എന്ന് പറയുന്നത് Knight E7 ആണ്. എന്നാൽ Knight E7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അറ്റാക്കിലേക്കാണ് നൈറ്റിനെ വെക്കുന്നത്. അതുകൊണ്ട് വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായും E7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കണം. കിങ് F7. ബ്ലാക്ക് KG6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് കിങ്ങിനെ എത്തിക്കുക എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി 50 നീക്കം കൊണ്ട് ഈ ഒരു പൊസിഷനിൽ ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ മുൻപിലോട്ടുള്ള നീക്കങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തണം. നൈറ്റ് E7. നൈറ്റ് E7 എന്ന നീക്കം നടത്തുമ്പോൾ G6, F5 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം വൈറ്റിൻ്റെ നൈറ്റിന് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. കിങ് F6. കിങ് F6 എന്ന നീക്കം നടത്തുമ്പോൾ KG5ലൂടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് രക്ഷപ്പെടുവാനുള്ള സാധ്യതയാണ് ബ്ലാക്ക് കാണുന്നത്. ബിഷപ്പ് E3. വൈറ്റ് ബിഷപ്പ് E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് G5 എന്ന സ്ക്വയർ നിയന്ത്രിക്കുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ക്വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ കിങ് സൈഡിൽ ലോക്ക് ചെയ്തു വെക്കുന്നതിന് വൈറ്റിന് സാധിക്കുന്നു. കിങ് F7. ബ്ലാക്കിന് മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് KF7 എന്ന നീക്കം നടത്തുന്നത്. ബിഷപ്പ് D4. KF7 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് F6, G7, H8 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം കൂടി വൈറ്റ് ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന വളരെ ചെറിയ ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ലോക്ക് ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് E8. കിങ് E6. ബ്ലാക്കിൻ്റെ കിങ് KE8 എന്ന നീക്കം നടത്തുമ്പോൾ നിർബന്ധമായും വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡയറക്റ്റ് ഓപ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ D7, E7, F7 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റിൻ്റെ കിങ്ങിന് ലഭിക്കുന്നു. എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് KD8 എന്ന നീക്കം നടത്തിക്കൊണ്ട് C7ലൂടെ രക്ഷപ്പെടുവാനുള്ള ഒരു വഴി ബ്ലാക്ക് കണ്ടെത്തുന്നു. കിങ് D8. ബിഷപ്പ് B6 ചെക്ക്. ബിഷപ്പ് B6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ക്വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യൂൻ സൈഡിലേക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിന് എത്തിപ്പെടുവാൻ സാധിക്കാത്ത ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു പൊസിഷൻ ആദ്യം നമ്മൾ അനലൈസ് ചെയ്ത വേരിയേഷനിലെ 19ാമത്തെ മൂവായിരുന്നു. KE8 എന്ന വേരിയേഷൻ നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് 2 നീക്കം കൂടെ കൂടുതൽ ലഭിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കളിച്ച വേരിയേഷനിലെ 19ാമത്തെ നീക്കം മുതൽ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഭാഗം വിവരണം നൽകാതെ പെട്ടെന്ന് നീക്കങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നു. കിങ് E8. നൈറ്റ് F5. കിങ് F8. ബിഷപ്പ് A5. കിങ് E8. നൈറ്റ് G7 ചെക്ക്. കിങ് F8. കിങ് F6. കിങ് G8. കിങ് G6. കിങ് F8. ബിഷപ്പ് B4 ചെക്ക്.
കിങ് G8, നൈറ്റ് F5, കിങ് H8. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം NH6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബിഷപ്പ് A3 വെയിറ്റിംഗ് മൂവ്. ബിഷപ്പ് A3 എന്ന വെയിറ്റിംഗ് മൂവിൻ്റെ ലക്ഷ്യം ബ്ലാക്കിൻ്റെ കിങ്ങിനെ KG8 എന്ന നീക്കം നടത്തിക്കുക എന്നുള്ളതാണ്. കിങ് G8, നൈറ്റ് H6 ചെക്ക്, കിങ് H8, ബിഷപ്പ് B2 ചെക്ക്മേറ്റ്. വൈറ്റിനാണെങ്കിലും ബ്ലാക്കിനാണെങ്കിലും ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണ് ഉള്ളത് എങ്കിൽ A1 അല്ലെങ്കിൽ H8 എന്നീ സ്ക്വയറുകളിൽ മാത്രമാണ് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നത്. ബ്ലാക്കിൻ്റെ കിങ് A, B, C എന്നീ ഫയലുകളിൽ ഇരിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ നൈറ്റും ബിഷപ്പും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന കട്ടിംഗ് സ്ക്വയർ നമുക്കൊന്ന് നോക്കാം. വൈറ്റിൻ്റെ പീസുകളെ നൈറ്റ് D2, ബിഷപ്പ് E5, കിങ് E6 എന്നീ സ്ക്വയറുകളിൽ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു കട്ടിംഗ് സ്ക്വയർ 10 നീക്കങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് A, B, C എന്നീ ഫയലുകളിൽ ഇരിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിനെ A8 എന്ന ചെക്ക്മേറ്റ് ഇല്ലാത്ത സ്ക്വയറിലേക്ക് ആദ്യം എത്തിക്കുകയും അതിനുശേഷം നൈറ്റും ബിഷപ്പും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് A1 എന്ന സ്ക്വയറിലേക്ക് എത്തിച്ച ശേഷം ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ നോക്കാം. ബ്ലാക്കിൻ്റെ കിങ് 6th റാങ്കിലോ 7th റാങ്കിലോ 8th റാങ്കിലോ ഇരിക്കുകയാണെങ്കിൽ ചെസ് ബോർഡിൽ ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണ് ഉള്ളത് എങ്കിൽ H8 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനാണ് കൂടുതൽ സൗകര്യം. അപ്പോൾ നൈറ്റും ബിഷപ്പും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കട്ടിംഗ് സ്ക്വയർ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ പീസുകളെ KC4, BD4, നൈറ്റ് G5 എന്നീ സ്ക്വയറുകളിൽ എത്തിക്കുവാൻ സാധിച്ചാൽ ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും അതിനുശേഷം A8 എന്ന ചെക്ക്മേറ്റ് ഇല്ലാത്ത സ്ക്വയറിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. പിന്നീട് നൈറ്റും ബിഷപ്പും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് H8 എന്ന സ്ക്വയറിൽ കിങ്ങിനെ എത്തിച്ച ശേഷം ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ നോക്കാം. ഇനി നമുക്ക് ചെസ് ബോർഡിൽ ലേറ്റ് സ്ക്വയർ ബിഷപ്പാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കട്ടിംഗ് സ്ക്വയർ മനസ്സിലാക്കാം. ബ്ലാക്കിൻ്റെ കിങ്ങിനെ H1 എന്ന സ്ക്വയറിൽ എത്തിച്ചുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് വൈറ്റിൻ്റെ നൈറ്റ് E2, ബിഷപ്പ് D5, കിങ് D6 എന്നീ സ്ക്വയറുകളിൽ എത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു കട്ടിംഗ് സ്ക്വയർ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതിനുശേഷം ബ്ലാക്കിൻ്റെ കിങ്ങിനെ H8 എന്ന സ്ക്വയറിൽ എത്തിക്കുകയും പിന്നീട് നൈറ്റും ബിഷപ്പും റോക്കും ഉപയോഗിച്ചുകൊണ്ട് H1 എന്ന സ്ക്വയറിൽ എത്തിച്ച ശേഷം ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത പൊസിഷൻ നോക്കാം. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ കിങ്ങിനെ A8 എന്ന സ്ക്വയറിൽ എത്തിച്ചുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് ഉണ്ടാക്കിയെടുക്കേണ്ട കട്ടിംഗ് സ്ക്വയർ മനസ്സിലാക്കാം. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ നൈറ്റ് B5, ബിഷപ്പ് E4, കിങ് F4 എന്നീ സ്ക്വയറുകളിൽ വൈറ്റിൻ്റെ പീസുകളെ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണിക്കുന്ന ഈ ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഈ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുത്ത ശേഷം ബ്ലാക്കിൻ്റെ കിങ്ങിനെ H8 എന്ന സ്ക്വയറിൽ എത്തിച്ച ശേഷം നൈറ്റും ബിഷപ്പും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് A8 എന്ന സ്ക്വയറിൽ വെച്ചൊരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ 4 പൊസിഷനുകളിലേക്കും നൈറ്റിനെയും ബിഷപ്പിനെയും കിങ്ങിനെയും എത്തിക്കുവാൻ 6ഓ 7ഓ നീക്കങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഏത് സ്ക്വയറിലാണ് ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ കട്ടിംഗ് സ്ക്വയർ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നീക്കം നടത്തുകയാണെങ്കിൽ 7ഓ 8ഓ നീക്കം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കട്ടിംഗ് സ്ക്വയർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് 30ഓ 35ഓ നീക്കങ്ങൾക്കുള്ളിൽ നൈറ്റും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.